നാട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ആൻപോളോഗ്രഫി. അപ്പോൾ നല്ലൊരു ദിവസമായിട്ട് ഒരു ജിയോ ക്യാഷ് തപ്പി കുറച്ച് നടക്കാൻ ഇറങ്ങിയതാണ്. എന്നാൽ പിന്നെ ഒരു ജിയോ ക്യാഷ് ട്രഷർ ഹണ്ടും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം വെയിലൊന്നും ഉണ്ടായില്ല, പക്ഷേ ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു. ടെമ്പറേച്ചറൊക്കെ ഇപ്പം കൂടിയിട്ടുള്ളത്, അപ്പോൾ ഒരു 10-15 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നൈസായിട്ടുള്ളൊരു സ്പ്രിങ്ങിൻ്റെയൊക്കെ സൈഡിൽ കൂടെയാണ് നമ്മൾ നടക്കാൻ പോയത്. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു ജിയോ ക്യാഷ് ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ് നടന്നത്. അപ്പോൾ അത് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് നടന്നത്. അപ്പോൾ ഇങ്ങനെ 2 സൈഡിലായിട്ടും സ്പ്രിങ് ഒഴുകുന്നുണ്ട്. ആ നടുക്ക് മാത്രം ആ ഒരു പോയിന്റിൽ ഇങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ജിയോ ക്യാഷ് ഉണ്ടെന്നാണ് നമ്മളൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ അവിടെ കൂടെയൊക്കെ കുറേ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മൾ നോക്കി, എവിടെയും കണ്ടില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, ജിയോ ക്യാഷൊക്കെ ഒളിപ്പിക്കാൻ ഇഷ്ടംമാതിരി അവിടെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഡാനിയൽ ആ മതിലൊക്കെ ചാടി നൈസായിട്ട് അപ്പുറത്ത് പോയി, ഞാനും പുറകെ പോയി. അപ്പം നമ്മൾ ആ ജിയോ ക്യാഷിൻ്റെ ഇടയിൽ ഈ കാടിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് തപ്പി എങ്ങനെ എടുക്കുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എവിടെയും ഒരു ക്ലൂ കാണുന്നില്ല. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ഒരു പെട്ടിയല്ലേ, ഒരു കുഞ്ഞു ബോക്സ്. ക്യാഷ് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ, ഒളിപ്പിച്ച് വെച്ചേക്കുവാണെങ്കിലും. അപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല. അങ്ങനെ തപ്പി ഒരു വഴിയായി. പിന്നെ നമ്മൾ ക്ലൂ നോക്കി. ക്ലൂ അല്ലെങ്കിൽ ഒരു ഹിൻഡ് കാണും നമ്മുടെ ഈ ജിയോ ക്യാഷിൻ്റെ ആപ്പിൽ. അപ്പോൾ ഹിൻഡ് നോക്കിയപ്പോഴും ഏതാണ്ട് ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി, ഇത് കുറേ കാലമായിട്ട് അവിടെ ഇരിക്കുന്നതായതുകൊണ്ട് ചിലപ്പം അത് നശിച്ചു പോയിട്ടുണ്ടാവാം എന്ന് തോന്നി. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ ക്യാഷ് തപ്പിപ്പോവാന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ മതിൽ പിന്നെ തിരിച്ച് ചാടുകയാണിത്. എന്നിട്ട് ചാടി കുറച്ചും കൂടെ എന്നാൽ പിന്നെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വഴി തന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ വേറൊരു ജിയോ ക്യാഷ് ഉണ്ടെന്ന് അറിയാം. അപ്പം നമുക്കെന്നാൽ പിന്നെ അത് തപ്പിപ്പോവാന്ന് വിചാരിച്ചു. അപ്പോൾ അത് തപ്പിപ്പോവാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിൽ ജിയോ ക്യാഷ് കിട്ടിയില്ല. പക്ഷെ നമുക്ക് വിഷമമൊന്നുമില്ല, നമ്മൾ നടക്കുന്നുമുണ്ട്, നമ്മൾ ട്രഷർ ഹണ്ട് നടത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു പഴയ ഒരു മില്ലിലാണ്. മില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അരി അല്ലെങ്കിൽ ഗോതമ്പൊക്കെ പൊടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മില്ലാണിത്. അതിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അതിൻ്റെ ആ ഒരു കെട്ടിടത്തിൻ്റെ ഫ്രെയിം മൊത്തം നമുക്ക് മനസ്സിലാവും, ഫുള്ള് ദ്രവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു ക്യാഷ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്കിന്ന് ഇവിടെ നോക്കാം, ഈ ക്യാഷ് നമുക്ക് തപ്പിയെടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ നോക്കിക്കൊണ്ടിരിക്കാം. മൊത്തത്തിൽ അവിടെ ഫുള്ള് ഒരു മരമൊക്കെ വളർന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ മില്ല് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പം പഴയൊരു മില്ലാണല്ലോ, ഏകദേശം 1800s അല്ലെങ്കിൽ ഒരു 1600 എന്നല്ലേ പറയുക, ആ ഒരു ടൈമിങ്ങിലൊക്കെ ഉണ്ടാവാൻ പറ്റുന്നൊരു മില്ലാണിത്. പക്ഷേ ഇപ്പം അത് ജസ്റ്റ് ഒരു കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതിലെ കൂടെയൊക്കെ നടന്ന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മില്ലിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ നടക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ ഫ്രെയിം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് അതിൽ കൂടെ നടന്നിറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആങ്കിൾ സപ്പോർട്ടില്ലാത്ത ഷൂ ആയ കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കാലെങ്ങാനും മടങ്ങിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ ചാടി ഇറങ്ങി. കണ്ടില്ലേ, ആ ഫുള്ള് കെട്ടിടം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ക്യാഷ് ശരിക്കും ഒളിപ്പിച്ച് വെക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മളിനി ക്യാഷ് ഒളിപ്പിച്ച് വെക്കാൻ തുടങ്ങുന്ന കാലത്ത് അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അപ്പം ഇവിടുത്തെ നമുക്ക് ഈ ഫയർ പ്ലേസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും, പണ്ട് കാലത്തെ ഫയർ പ്ലേസ് എവിടെയായിരുന്നു എന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും അവിടെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു ഗ്രാസ് ലാൻഡിൻ്റെയൊക്കെ അടുത്തുള്ളൊരു വഴി തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ മാറി വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തപ്പി അവസാനം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ ക്യാഷ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നമ്മൾ കുറേ വായി നോക്കി അതിലെ കൂടെ തപ്പി നടന്നിട്ടും ആ ക്യാഷ് നമുക്ക് കിട്ടിയില്ല. പക്ഷേ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ക്യാഷ് കിട്ടിയൊരു ദിവസത്തെ വീഡിയോയും കൂടെ ഞാൻ വെച്ചേക്കാം ഇവിടെ. അപ്പോൾ ഇതൊരു അടിപൊളി വെയിലൊക്കെ ഉള്ള സൂപ്പർ ദിവസമായിരുന്നു. ഒരു റിസർവോയറിൻ്റെ സൈഡിൽ നടക്കാൻ പോയി. ഇതൊരു ക്യാഷയാണേ. ക്യാഷ് എന്ത് ക്യൂട്ടാണെന്നറിയോ, ക്യാഷ് സൂക്ഷിച്ച് വെച്ചൊരു സംഭവമാണ്. ഇത് എന്തോ മഷ്റൂം ഷേപ്പാണ്. 3D പ്രിൻ്ററും എല്ലാം യൂസ് ചെയ്ത് പ്രിൻ്റ് ചെയ്തതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ക്യാഷ് ലോഗിൻ ചെയ്യാനുള്ള സംഭവം ഉള്ളത്. അപ്പോൾ അത് നമ്മൾ തുറന്ന് നമ്മുടെ പേര് എഴുതി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ആപ്പിൽ നമുക്ക് ക്യാഷ് ലോഗിൻ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലൊരു ശരിക്കും റിയൽ ആയിട്ടുള്ളൊരു മഷ്റൂമായിട്ട് തന്നെയാണ് തോന്നിയത്. എനിവേയ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.